ഈ കുഞ്ഞു ലോകത്തിലെ വലിയ കുറേ മനുഷ്യരും അവരുടെ വിശേഷ കാഴ്ചകളുമാണ് ഇനി പ്രേക്ഷകരിലേക്ക്. നമുക്കറിയാമല്ലോ, എജ്ജാതി മനുഷ്യരും അവരുടെ രീതികളുമൊക്കെയാണ് നമുക്ക് ചുറ്റുമെന്ന്. ഒരുപക്ഷെ എല്ലാ മനുഷ്യരും കാഴ്ചയിലും ജീവിത രീതികളിലുമൊക്കെ ഒരുപോലെ ആയിരുന്നെങ്കിൽ എന്ത് ബോറായേനെ. അത്തരത്തിൽ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളും രീതികളും നമുക്ക് കാണാം. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ നടത്തപ്പെടുന്നതാണ് ലോകസുന്ദരി മത്സരം. ഈ മത്സരത്തിലേക്ക് മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. ഉയരം, വണ്ണം, ശരീരഭാരം, യുക്തി എന്നിങ്ങനെ നിരവധി കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുന്ദരികൾക്കുള്ള എൻട്രി പോലും. എന്നാൽ കഴുത്തിന്റെ നീളത്തിനനുസരിച്ച് സൗന്ദര്യം അളക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. കിയാൻ ലഹിയ എന്ന ഗോത്രവർഗ്ഗക്കാരാണ് വ്യത്യസ്തവും എന്നാൽ മനുഷ്യത്വരഹിതവുമായ ഈ രീതി പിന്തുടരുന്നത്. നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും നീളൻ കഴുത്തുള്ള യുവതികളുടെ ചിത്രങ്ങൾ. ഇന്ത്യയുടെ തൊട്ട അയൽപക്കമായ മ്യാൻമാറിലെ ഒരു ഗോത്രവർഗ്ഗമാണ് കയാൻ ലുഹിഹി. ഇവിടുത്തെ പെൺകുട്ടികളെ സുന്ദരികളാക്കുന്നത് അവരുടെ നീണ്ട കഴുത്തുകളാണ്. കണ്ടില്ലേ, നീളൻ കഴുത്തും അതിൽ ചുറ്റിയിരിക്കുന്ന വളയങ്ങളും. ഇനി എങ്ങനെയാണ് ഇവരുടെ കഴുത്തിന് നീളം കൂട്ടുന്നതെന്ന് നോക്കിയാലോ. മറ്റു മനുഷ്യരെ പോലെ തന്നെ ജനിക്കുമ്പോൾ ഇവർക്കും സാധാരണ നീളമേ കഴുത്തിനുള്ളൂ. കുട്ടിക്ക് 5 വയസ്സാകുന്നതോടെ കയാൻ ലഹി ഗോത്രത്തിന്റെ പാരമ്പര്യമനുസരിച്ച് പെൺകുട്ടിയുടെ എല്ലുകളുടെ ബലം പരിശോധിക്കും. ശേഷം അവളുടെ കഴുത്തിൽ ആദ്യ സെറ്റ് വളയം ധരിപ്പിക്കും. പിച്ചളയും സ്വർണവും കൊണ്ട് നിർമ്മിച്ച കോയിലുകളാണിവ. പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവർ ധരിക്കേണ്ടി വരുന്ന കോയിലുകളുടെ ഭാരവും എണ്ണവും കൂടും. ഇതോടെ പെൺകുട്ടിയുടെ കഴുത്തിന് നീളം കൂടുകയും ഹംസത്തെ പോലെ ഈ പെൺകുട്ടി സുന്ദരിയാകുകയും ചെയ്യുമെന്നാണ് കയാൻ ലഹി ഗോത്രക്കാരുടെ വിശ്വാസം. 9 കിലോ വരെ ഭാരം വരുന്ന കോയിലുകൾ ഒരു സ്ത്രീ തൻ്റെ ജീവിതകാലത്ത് ധരിക്കേണ്ടി വരുന്നുണ്ട്. ഇത്രയും ഭാരം കഴുത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും കോളർ ബോൺ എന്നറിയപ്പെടുന്ന കഴുത്തിനെയും തോളിനെയും ബന്ധിപ്പിക്കുന്ന എല്ലിനും വാരിയെല്ലുകൾക്കും ഭാരം അനുഭവപ്പെടും. ഇത് എല്ലുകളെ താഴേക്ക് തള്ളുന്നത് പോലെയുള്ള മർദ്ദം സൃഷ്ടിക്കും. ഇതിൻ്റെയൊക്കെ ഫലമായി നീളമുള്ള കഴുത്ത് രൂപപ്പെടുന്നു. ഇത്രയും ഭാരം കഴുത്തിന് ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ സാധാരണ സ്ത്രീകളെ പോലെ ഇവർക്ക് പെട്ടെന്ന് കഴുത്ത് തിരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഭാരക്കൂടുതൽ കാരണം പലപ്പോഴും ഇവരുടെ കഴുത്തിനും നടുവിനും പരിക്കേൽക്കുകയും ചെയ്യും. ഈ ആചാരം ആരംഭിച്ചതിനെക്കുറിച്ച് പറഞ്ഞു പഴകിയ കഥ വളരെ രസകരമാണ്. കയാൻ ലഹി എന്ന ഒരു ഗോത്രവിഭാഗമായതുകൊണ്ട് തന്നെ ഇവരുടെ താമസ സ്ഥലം കാടിനെ ചുറ്റിപ്പറ്റിയാണ്. കാടാകുമ്പോൾ മൃഗങ്ങളും ഒരുപാട് കാണും. ഈ കാട്ടിലുള്ള കടുവകളിൽ നിന്ന് രക്ഷപ്പെടാനാണത്രേ സ്ത്രീകളുടെ കഴുത്തിൽ ഇതുപോലെ വളയങ്ങൾ ഇടുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, കടുവ അതിൻ്റെ ഇരയെ പിടിക്കുന്നത് പതുങ്ങിയിരുന്നിട്ട് അതിൻ്റെ മേൽ ചാടി വീണിട്ടാണ്. അങ്ങനെ ചാടി വീഴുമ്പോൾ കടുവ പിടിക്കുന്നത് ഇരയുടെ കഴുത്തിലാണ്. കഴുത്തിൽ ധാരാളം വളയങ്ങളുണ്ടെങ്കിൽ കടുവയ്ക്ക് ഇവരെ ആക്രമിക്കാൻ കഴിയില്ലല്ലോ. പഴമക്കാരുടെ ഓരോരോ ബുദ്ധികളെ സമ്മതിക്കണം. അപ്പോൾ പുരുഷന്മാരെ കടുവകൾ ആക്രമിക്കില്ലേ എന്നൊന്നും ചോദിക്കണ്ട. കഥയിൽ ചോദ്യമില്ലെന്നല്ലേ. പുരുഷന്മാർക്ക് സ്വയം സംരക്ഷിക്കാൻ അറിയാമത്രേ. ഇനിയുള്ളത് ഇതിലും രസകരമാണ്. മറ്റു ഗോത്രത്തിലെ പുരുഷന്മാർ കയാൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നതിൽ നിന്ന് രക്ഷിക്കാനാണ് ഇത്തരം വളയങ്ങൾ ധരിക്കുന്നത്. എന്തായാലും സ്ത്രീകളെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയ മാർഗമാണിതെന്നതിൽ സംശയമില്ല. ഇതൊക്കെ കഥകൾ മാത്രമാണ്, എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. വേണമെങ്കിൽ സമ്പത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ പ്രകടനമായും ഈ വളയങ്ങളെ കാണാം. അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് പൂർവികർ ധരിച്ചു പോകുന്ന ആഭരണം വരും തലമുറ ആചാരമായി കൊണ്ടു നടക്കുന്നതുമാകാം. അതിന് ഐതിഹ്യത്തിൻ്റെയും സുരക്ഷയുടെയും ഒക്കെ പിൻബലം കൊടുത്തെന്നു മാത്രം. കഥയാണെങ്കിലും അല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നത് സത്യമായ കാര്യം. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. എന്തൊക്കെയായാലും ഗിന്നസ് ബുക്കിൽ വരെ കയറിപ്പറ്റാൻ ഈ ആചാരം കൊണ്ട് കയാൻ ജനതയ്ക്ക് കഴിഞ്ഞു. ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് ഏറ്റവും നീളമുള്ള കഴുത്തുള്ള സ്ത്രീ കയാൻ ഗോത്രത്തിൽ നിന്നാണ്. ഇവരുടെ കഴുത്തിൻ്റെ നീളം 19.7 സെൻറ്റിമീറ്ററാണ്. ഇത്രയും ഭാരം ധരിക്കുന്നത് കൊണ്ടുണ്ടായ ഏക പ്രയോജനവും ഇവർക്ക് മാത്രമാണ്. ഇത്തരം വളയങ്ങൾ ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പരിക്കുകൾ കാരണം ഇപ്പോൾ ഈ ആചാരം വളരെ കുറഞ്ഞു വരികയാണ്. മാത്രമല്ല, കയാൻ ലഹി ഗോത്രക്കാർ മ്യാൻമാറിൽ നിന്ന് അതിർത്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ തായ്ലൻഡിലെ സാമ്പത്തിക കുടിയേറ്റക്കാരായി സംരക്ഷിത ഗ്രാമങ്ങളിലാണ് കഴിയുന്നത്.